മലയാളത്തിൽ ലാലേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ലീപ്പർ സെൽ ഫാൻ ബേസ് ഉള്ള നടൻ നിവിൻ പോളിയാണ്. അത് ഇന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞൊരു 5 വർഷമായിട്ട് കോൺസിക്യൂട്ടീവായിട്ട് ഇത്രയും ഫ്ലോപ്പ് ഉണ്ടായിട്ട് പോലും ഇല്ലേ. ഈ സർവമായ മൂവിയുടെ ഫസ്റ്റ് ഷോയ്ക്ക് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പടത്തിന്റെ പോസ്റ്റർ, ഇതിന്റെ പാട്ട്, ടീസറൊക്കെ കാണുമ്പോൾ തന്നെ ഇല്ലേ നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ചങ്ങായി തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സ്മെല്ല് അടിച്ചിരുന്നു. ആൻഡ് അയാൾ തിരിച്ചു വന്നു. അടിപൊളിയായിട്ടുണ്ട് പടം. ഈ സിനിമയുടെ ഡയറക്ടർ അഖിൽ സത്യനാണ് പടം എഴുതി ഡയറക്ട് ചെയ്തിട്ടുള്ളത്. പടം എഡിറ്റ് ചെയ്തിട്ടുള്ളതും അഖിൽ സത്യൻ തന്നെയാണ്. ഒരു വെറൈറ്റി ആയിട്ടൊരു പടം. മലയാളത്തിൽ സാധാരണ ഈ ഹൊറർ പടങ്ങൾ അല്ലെങ്കിൽ ഹൊറർ ഫാന്റസി പടങ്ങളുടെ എല്ലാം ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് വളരെ ഫീൽ ഗുഡ് ആയിട്ട് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അടിപൊളി എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കി തന്നൊരു സിനിമയാണ്. ശരിക്കും നമുക്ക് വേണ്ടതില്ലേ ഇങ്ങനത്തെ നിവിൻ പോളിയാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറെ നാളായിട്ട് ഇയാൾ ചെയ്യുന്ന സിനിമകളുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ആൾക്ക് നല്ല ചാലഞ്ചും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് നിവിൻ പോളിൽ നിന്ന് വേണ്ടത് ഈ സാധനമാണ്. ഇതിൽ തന്നെ പിടിച്ചോ. ഇയാൾ പണ്ടത്തതിലും സൂപ്പറായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നൈസ് ആയിട്ടുള്ള ഒരു പടം കേട്ടോ. ഇതില് എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം പറയാം. ഇതൊരു 2 മണിക്കൂർ 20 മിനിറ്റ് ഉള്ള ഒരു പടമാണ്. ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ പോകും. അതായത് ഈ നിവിൻ പോളി, അജു വർഗീസ് കോമ്പിനേഷനിൽ ഒരുപാട് സീനും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അത് പണ്ടത്തെ സിനിമയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, എന്നാലും അവർ തമ്മിലുള്ള ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് കണ്ടിരിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ സിനിമയിൽ ഈ ജനാർദ്ദനൻ നിവിൻ പോളി കോമ്പിനേഷൻ, അതുപോലെ തന്നെ രഘുനാഥ് പലേരി നിവിൻ പോളി കോമ്പിനേഷനും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ആ ബോണ്ട് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് തോന്നി ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. നല്ല ഇരുന്ന് പണി എടുത്തൊരു സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ തട്ടിക്കൂട്ട് എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്ത സ്ക്രിപ്റ്റ് അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പണിയെടുത്തിട്ടുണ്ട്. ആൻഡ് അഖിൽ സത്യൻ അയാൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റിൽ. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിവിൻ പോളിയെ കാണാൻ തന്നെ ഒരു ഐശ്വര്യം വന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര നാള് കഴിഞ്ഞ കുറെ നാളായിട്ട് കണ്ട നിവിൻ പോളി എന്ന് വെച്ചാൽ ഫിസിക്കലി ആണെങ്കിലും അഭിനയത്തിലാണെങ്കിലൊക്കെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഈ പടത്തിൽ സ്റ്റാർട്ടിങ് തൊട്ട് ചങ്ങായി കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീലാണ്, ഒരു ഐശ്വര്യം ഫീൽ ചെയ്യുന്നുണ്ട്. ഫീൽ ഗുഡ് ഫീൽ ചെയ്യും. സിനിമ തീരുമ്പോഴും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഈ പടത്തിന്റെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞെങ്കിലില്ലേ ഫാന്റസിയാണ് പടം. പക്ഷെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. മനസ്സിലായി? ഒരു ചെറുപ്പക്കാരന്റെ ലൈഫ് ഇങ്ങനെ കാണിച്ചു പോകുന്നു. പിന്നെ അതിന്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു വരുന്നുണ്ട്. അപ്പൊ തുടക്കത്തില് ഇതൊരു ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുടെ സ്റ്റോറി, അങ്ങനെയാണ് ഈ പടത്തിന്റെ പ്ലോട്ട് വരുന്നത്. അപ്പൊ ബേസിക്കലി എനിക്ക് അങ്ങനെയുള്ള പ്ലോട്ടിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കണ്ടിരുന്നു. പക്ഷെ ഇതിന്റെ ഇന്റർവെലിനോട് അടുക്കുന്ന സമയത്താണ് ഈ പടത്തിന്റെ ഈ മെയിൻ ത്രെഡിലേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഈ പടം ഹുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറെ നാളായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നിവിൻ പോളിയുടെ തമാശ. അതായത് ഇപ്പോൾ ഉള്ള ജനറേഷനിലെ ആക്ടേഴ്സ്, ഈ നസ്ലിൻ അങ്ങനെയുള്ള ആക്ടേഴ്സ് അല്ല, കുറച്ച് മുമ്പുള്ള, അതായത് 2010 ശേഷം വന്ന ആക്ടേഴ്സിൽ കോമഡി എല്ലാം ഇത്ര അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് വെച്ചാൽ നിവിൻ പോളി തന്നെയാണ്. നിവിൻ പോളി, അജു വർഗീസ് അതിൽ ലീഡ് റോളില് ഒരു ഹീറോ കോമഡി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ അല്ലല്ലോ. അതിൽ ഹീറോ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കോമഡി ചെയ്യുന്നതിൽ നിവിൻ പോളി ഒരു അസാധ്യ ആക്ടർ തന്നെയാണ്. അയാൾക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സിനിമയിൽ 2-3 ഓട്ടോ എല്ലാം ഉണ്ട്. അത് എക്സാക്ട്ലിയിലേക്ക് നമ്മുടെ പണ്ടത്തെ ഉമേഷ് ഇല്ലേ, വടക്കൻ സെൽഫിലത്തെ, അതൊക്കെ നമുക്ക് തോന്നും അതുപോലെയാണിത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും. കാരണം അയാൾ തിരിച്ചു വരുന്നുണ്ടല്ലോ എന്നിട്ട്. സോ സിനിമയിലേക്ക് വരാം. അപ്പോൾ ഈ പറയുന്ന ഇയാളുടെ ഫാമിലിയും അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി മെല്ലെ മെല്ലാണ് ഈ സിനിമയുടെ ത്രെഡിലേക്ക് വരുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് ഇതിന്റെ മെയിൻ പ്ലോട്ടിലേക്ക് വരുന്നത്. ആൻഡ് ഈ പടത്തിന്റെ ഒരു സോൾ എന്നുള്ള സാധനം ഉള്ളതില്ലേ അവസാനത്തെ ഒരു അരമണിക്കൂറിലാണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കില്ലേ നമ്മൾ ഈ ഫസ്റ്റ് കണ്ട ഒരു 1.5 മണിക്കൂർ മറന്നു പോകും. ഇൻ ദ സെൻസ് ഈ പടത്തിന്റെ മൊത്തം കോറും ഇരിക്കുന്നത് ഈ ഏറ്റവും അവസാനമാണ്. അതായത് ഈ പടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഹൊറർ ഫാന്റസി ആണെന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഉണ്ടായ ഹൊറർ ഫാന്റസി പടം എന്ന് വെച്ചാൽ വെറുതെ ആൾക്കാരെ പഠിപ്പിക്കുക അമ്മാതിരി പരിപാടികളാണ്. പക്ഷെ ഇതിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ നമ്മുടെ ലൈഫിന്റെ പർപ്പസ്, അതുപോലെ തന്നെ നമുക്ക് ചില തിരിച്ചറിവുകൾ, നമ്മൾ അത്ര നാളും കണ്ടിരുന്ന പല കാര്യങ്ങളും അതങ്ങനെ അല്ലാന്നും നമുക്ക് വേറൊരു പോയിന്റ് ഓഫ് വ്യൂവില് ലൈഫിനെ കാണാനൊക്കെ പഠിപ്പിച്ചു തരുന്ന അങ്ങനെ ഒരു തോട്ടാണ് ഈ സിനിമയുടെ കോർ എന്ന് പറയുന്നത്. പിന്നെ ആ കോറിലേക്ക് വരുന്നത് ഒരു പ്രേതം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു ഡെലൂഷൻ വഴിയാണ്. ഓക്കെ, പക്ഷെ അതിൽ ക്ലിക്കായി എന്താണെന്നറിയോ, ആ ഡെലൂലു എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, അതായത് മായയുടെ ക്യാരക്ടർ, അവരുടെ ബാക്ക് സ്റ്റോറി ഈ പടത്തിൽ വർക്കായിട്ടുണ്ട്. അത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിലോ പടം മൊത്തം പാളിപ്പോയനെ. ആ സ്റ്റോറി വല്ലാതെ നമ്മൾ ഹുക്ക് ചെയ്യും. പിന്നെ അവരുടെ ബാക്ക് സ്റ്റോറിയിൽ കയറി വരുന്ന വിനീതിന്റെ കഥാപാത്രം, അതുപോലെ തന്നെ മേതിൽ ദേവിക എന്ന് തോന്നുന്നു, ക്ലാസിക്കൽ ഡാൻസർ ഇല്ലേ, അവരുടെ കഥാപാത്രമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് നല്ലൊരു ഫാമിലി സ്റ്റോറി ആയിരുന്നു കേട്ടോ. പക്ഷെ
ആ കഥ പറഞ്ഞു വന്നിട്ടുള്ളതില്ലേ ഭയങ്കര ടച്ചിങ് ആണ്. നമുക്ക് സിനിമ ആ ഒരു ചെറിയ ഭാഗം ആ ഒരു 20 മിനിറ്റ് കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് എന്തോ നമ്മളിങ്ങനെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ തോന്നും. പിന്നെ ഒരുപാട് പറയാൻ നിന്നാലില്ലേ ഈ സിനിമയുടെ കഥ മൊത്തം ഞാൻ ഇരുന്ന് പറയുമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല കണക്റ്റിംഗ് ആയിരുന്നു. നമ്മൾ അത്രയും ഇത്ര സമയം ഞാൻ എന്തിന് ഇൻവെസ്റ്റ് ചെയ്തു, ഇത്ര സമയം ഞാൻ എന്തിന് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതിന് വർത്ത് വാച്ചിങ് ആയി തോന്നുന്ന അവസാനത്തെ 20 മിനിറ്റ് ആണ്. യെസ്, ഇതാണ് ആ പടത്തിൽ നിന്ന് എനിക്ക് വേണ്ടത്, ഇതാണ് നമുക്ക് വേണ്ടത് നമുക്ക് തോന്നും. സോ നൈസ് ആയിരുന്നു ആ ഒരു ഭാഗം. പക്ഷെ നല്ല രീതിയിൽ അവര് എന്താണ് എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കാണിച്ചതല്ല, നമുക്ക് റീസണബിൾ ആയിട്ട് തോന്നും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് സാധനം എന്നുള്ളത്. പിന്നെ ഫാന്റസിയാണ് ഓക്കെ. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നോക്കാൻ ലോജിക് ഒന്നും നോക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അല്ലെങ്കിൽ എന്താണ് സിനിമ പൊട്ടാനാകുന്ന സമയത്ത് ഇതിൽ ലോജിക് ഒന്നും നോക്കണ്ട അങ്ങനെയൊക്കെ പറയുന്ന ചില സിനിമകളൊക്കെ വരാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല, ലോജിക്കേ ഇല്ല, ഇരുന്ന് കാണുക. ഫാന്റസിയാണ് പടം. പക്ഷെ നമ്മുടെ എന്താണ് റിയൽ ലൈഫുമായിട്ട് ഫിലോസഫിക്കലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇനി ഞാൻ ഒരുപാട് പറഞ്ഞു തോന്നുന്നു, എനിക്ക് ഈ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഈ പടത്തിലെ നായിക എന്താണ് അവരുടെ ക്യാരക്ടറിന്റെ പേര് എന്തായിരുന്നു, സാധ്യ എന്നിട്ട് വരുന്നു കേട്ടോ. നായികയ്ക്ക് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, മൊത്തം നമ്മുടെ പ്രേതവും നിവിൻ പോളിയും തമ്മിലുള്ള കളിയാണ്. നായികയുടെ പേര് സാധ്യ തന്നെ ക്യാരക്ടറിന്റെ പേര്. നടിയുടെ പേര് പ്രീതി മുകുന്ദൻ. നല്ല രസമാണ് അവരെ കാണാനായിട്ട്, സ്ക്രീനിൽ കണ്ടിരിക്കാനായിട്ട്. വളരെ കുറച്ചേ ഉള്ളൂ. അതില് അവരുടെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് നല്ലൊരു പണ്ടത്തെ ഈ ആഡ് ഫിലിമിലൊക്കെ പാട്ട് പോലെ ഉണ്ടായിരുന്നു, ഒരു ആൽബം പോലെ ഉണ്ട്. ആ പാട്ട് കുറച്ചുകൂടി നല്ല വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അതിലത്തെ ഫീമെയിൽ വോയിസ് ചിന്മയാന്ന് തോന്നുന്നു പാടിയിട്ടുള്ളത്, നല്ല രസമായിരുന്നു. പക്ഷെ മെയിൽ വേർഷനിലില്ലേ അയാൾ പാടിയിട്ടുള്ളതിന്റെ ഈ പ്രൊണൗൺസിയേഷൻ ഇല്ലേ, മലയാളം സ്ഫുടതയില്ലേ വളരെ വീക്കായിരുന്നു. ഒരു കൊഴാന്ന് പാടിയിട്ടുണ്ട്. പക്ഷെ ചിന്മയുടെ വോയിസ് നല്ല രസമാണ് കേട്ടിരിക്കാനായിട്ട്, നല്ല പാട്ടുമായിരുന്നു. പിന്നെ അത് കൂടാതെയുള്ള 2 പാട്ടും നല്ല ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല രസമാണ് തിയേറ്ററിൽ കേട്ടിരിക്കാനായിട്ട്. ജസ്റ്റിൻ പ്രഭാകരനാണ് പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫി നല്ല രസമാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ്, നല്ല ഗ്രാമീണത, പച്ചപ്പ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ എന്താണ് പുതിയ രീതിയിലുള്ള ഈ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ രസമാണ് കണ്ടിരിക്കാനായിട്ട്. പ്രോപ്പർട്ടീസ്, വീട് അടിപൊളിയാണ്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു ആക്ടർ നമ്മുടെ ഇയാളാണ്, ആരായിരുന്നു, മധു വാര്യർ, നിവിൻ പോളിയുടെ ചേട്ടനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അയാളും കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ജനാർദ്ദനൻ നല്ലൊരു റോളായിട്ട്, ഒരു വലിയച്ഛൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. ജനാർദ്ദനൻ നിവിൻ പോളി കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ പ്രേതം ഡെലുലു ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് റിയ ഷിബു ആണ്. നല്ല രസമുള്ളൊരു പ്രേതം. നമുക്കും തോന്നിപ്പോ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രേതം വന്നിരുന്നെങ്കിൽ, പ്രൊഫഷണലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രേതം വന്നു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയാണ്. പിന്നെ എല്ലാ പ്രേതങ്ങളും അങ്ങനെ ദൈവത്തിനെ കാണുമ്പോഴും കുരിശ് കാണുമ്പോഴും ഒന്നും പേടിച്ചു കൊടുത്ത പ്രേതമല്ല. ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഒരാൾക്ക് തോന്നുന്ന ഡെലൂഷൻ ആയിരിക്കാം, പക്ഷെ ആ ഡെലൂഷനും ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. ഓക്കെ, പിന്നെ ഒരാൾക്ക് എപ്പോഴും ഒരു എലവേഷൻ, നമുക്ക് ഒരു ക്യാരക്ടർ, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി ഉണ്ടാവുന്നത് നല്ല കാര്യമാണ്. സോ ഇത് ആ ഡെലൂഷനിൽ കൂടി നമ്മുടെ ഇന്ദുപ്രഭ എന്ന് പറഞ്ഞാൽ പ്രഭേന്ദു എന്നാണ് ക്യാരക്ടറിന്റെ പേര്, ഇങ്ങനെ എലവേഷൻ ഉണ്ടായി വരുന്നുണ്ട്. നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. വെറൈറ്റി ആയിട്ടുള്ളൊരു തോട്ടാണ്. നല്ല സിനിമ. മോർ ഓവർ നിവിൻ പോളി തിരിച്ചു വന്നു. ഇനി വേറെ 2 ആൾക്കാർ കൂടി ഈ പടത്തില്, 2 അല്ല 3 എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾസ് കൂടി ഉണ്ട്. അത് നമ്മുടെ ഇയാളാണ് ഡയറക്ടർ അൽഫോൻസ് പുത്രൻ. നല്ല രസമാണ് ക്യാരക്ടർ, കുറച്ചേ ഉള്ളൂ, രസമാക്കിയിട്ടുണ്ട്. കുറച്ച് സെൽഫ് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റൊന്ന് പ്രിയ വാര്യരുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾ നമ്മുടെ ഡയറക്ടർ അൽതാഫ്, ഒരു ഡെലിവറി ബോയ് ആയിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. സോ മൊത്തത്തിൽ ഈ പടം ക്രിസ്മസ് തൂക്കി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി തൂക്കിയില്ലെങ്കിലും നിവിൻ പോളി ഒരു ആക്ടർ എന്ന നിലയിലാണ് തിരിച്ചു വന്നു. നമുക്ക് വേണ്ട സാധനം നിവിൻ പോളിൽ നിന്നും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. സോ കണ്ടു വെക്കുക, തിയേറ്ററിൽ ഇരുന്ന് കാണുക, ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുക. ഒരു നല്ല പടം കണ്ടു കേട്ടോ, അടിപൊളി.